ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂട്ടിൽ എല്ലാവരും സത്യങ്ങൾ അറിയാണ്. ഹരീഷിനാണെങ്കിൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ. ഈ കാര്യം കൊണ്ട് മാത്രമല്ല, ഏട്ടൻ അവൻ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഒന്നും അറിയാതെ. അതൊക്കെ അവന്റെ മനസ്സിൽ ഇങ്ങനെ അവനെ കുത്തി നോയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹരീഷ് സുഭാഷ് ഏട്ടൻ്റെ അടുത്തേക്ക് സോറി പറയാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ അവൻ മാപ്പൊക്കെ പറയുന്നുണ്ട്. സോറി ഏട്ടാ, ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാണ്. ഹരീഷ് കരഞ്ഞു പറയാൻ കേട്ടോ. അത് കേട്ടിട്ട് സുഭാഷ് ഏട്ടനാണെങ്കിൽ സഹിക്കാനും പറ്റുന്നില്ല. മതിയടാ, സാരില്ല, എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ലടാ. എന്നിട്ട് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, കരയില്ലടാ, അത് സാരില്ല, അത് പോട്ടെ, അതൊക്കെ കഴിഞ്ഞില്ല, എനിക്ക് അതിനൊന്നും ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഹരീഷ് വീണ്ടും കരഞ്ഞുകൊണ്ട് ഓരോന്ന് പറയാണ്. ഞാൻ എന്തൊക്കെ ഏട്ടനെ പറഞ്ഞു, പറയാൻ പാടില്ലാത്തതെല്ലാം ഞാൻ പറഞ്ഞു, ഏട്ടൻ അസൂയാണെന്ന് വരെ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, നീ ഇങ്ങനെ കരയല്ലേ, കൂട്ടത്തിൽ ഏറ്റവും ധൈര്യം നിനക്കാണെന്നാണ് ഞാൻ കരുതിയത്. എന്നിട്ട് പിന്നെ സുഭാഷ് ഹരീഷിനെയും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ഇതെല്ലാം നിധി പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അവൾക്കങ്ങ് വിഷമമാവാണ് അതൊക്കെ കണ്ടിട്ട്. നികേഷും ഹാളിലിരുന്നിട്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നിധിക്കൊരു കോള് വരുന്നതാണ്. അത് സാന്ദ്രയായിരുന്നു. സാന്ദ്ര വിളിച്ചത് ട്രിവാൻഡ്രത്ത് സാന്ദ്രേൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ നിധിനോട് അങ്ങോട്ട് മാറാൻ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നിധിനോട് പറയുന്നുണ്ട്, നമ്മുടെ സ്വന്തം വീട് പോലെ കണ്ടാൽ മതി, നീ എത്രയെന്ന് വെച്ചിട്ട് അവിടെ നിൽക്കുക, നീ അവിടെ നിന്ന് വേഗം രക്ഷപ്പെടുന്നു. അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, രക്ഷപ്പെടാൻ ഇത് ജയിലൊന്നല്ലല്ലോ എടുത്തി. നിധീൻ്റെ മറുപടി കേട്ടപ്പോൾ സാന്ദ്ര പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ തോന്നിയത്, 5 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു വീട്ടിൽ നീ നിൽക്കുമ്പോൾ അത് ജയിൽ തന്നെയാണ്. നിന്റെ ആവശ്യങ്ങളൊക്കെ നിനക്ക് പറയാൻ പറ്റുന്നുണ്ടോ? നീ ഒരു പെൺകുട്ടിയല്ലേ, അത് അവർക്ക് കണ്ടറിഞ്ഞ് ചെയ്തു തരാനൊന്നും പറ്റില്ലല്ലോ. എന്തൊരവസ്ഥയാണത്. നിനക്ക് എന്തെങ്കിലും കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ പോലും അവിടെ ആരും ഇല്ലല്ലോ. നിനക്ക് ആ വീട് സെറ്റാവില്ല നിധി. സാന്ദ്ര അത് പറഞ്ഞത് കേട്ടപ്പോൾ നിധി ആലോചിക്കുകയാണ് കേട്ടോ. ഭാസ്കര നിധിക്കായിട്ട് നാരങ്ങ മിഠായി കൊണ്ടുവന്നതും അതുപോലെ തന്നെ അവൾ ദോശ ചുടുമ്പോൾ അവളെ സുഭാഷേട്ട ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ അവളൊരു പുഞ്ചിരിയോട് ആലോചിക്കുകയാണ്. നീ അവിടെ ജീവിക്കുന്ന ആലോചിക്കുമ്പോൾ എനിക്ക് പേടി തോന്നുന്നു നിധി. 5 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന ആ വീട്ടിൽ നിനക്ക് നിൽക്കാൻ കഴിയില്ല നിധി. അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, 5 ആണുങ്ങളുണ്ടെങ്കിൽ എന്താ പ്രശ്നം ഉണ്ടാവും എന്നാണോ എടുത്തി പറയുന്നത്? അങ്ങനെ ഒരു വീട്ടിൽ സേഫ്റ്റി ഇല്ലാന്ന് ഇടത്തേക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇവിടെ എല്ലാവരും എന്നോട് നല്ല രീതിക്ക് തന്നെയാണ് പെരുമാറുന്നത്. കുറച്ച് ദിവസങ്ങളുടെ പരിചയം കൊണ്ട് തീരുമാനങ്ങളൊന്നും എടുക്കല നിധി. നാളെ എന്താവെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, അച്ഛൻ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇടത്തി ആലോചിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. അച്ഛൻ എന്നെ എങ്ങനെ കൊണ്ടു നടന്നത്, പക്ഷെ ഇപ്പം അച്ഛൻ എന്നോട് എന്താ ചെയ്യുന്നത്? എന്തൊക്കെ ആയാലും അവിടത്തേനെക്കാട്ടിലും സന്തോഷത്തോടു കൂടി ഞാൻ ഇവിടെ കഴിയുന്നത്. ഇവിടെ എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാനും എല്ലാം ചെയ്യാനും പറ്റുന്നുണ്ട്. അവിടെ അങ്ങനെയല്ലല്ലോ, എല്ലാ അച്ഛനും അമ്മയല്ലേ തീരുമാനിക്കാറുള്ളത്. എനിക്ക് എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നോ? നമ്മുടെ വീട്ടിൽ എനിക്ക് ഉണ്ണാനും ഉറങ്ങാനും ഉടുക്കാനും ഉള്ളൊരു സ്ഥലം, അല്ലാതെ എന്താ എൻ്റെ ഇഷ്ടങ്ങൾ എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ? എല്ലാം എന്നെ അടിച്ചേൽപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല എടുത്ത്, ഇവിടെ എനിക്കെല്ലാം എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്നാലും എനിക്കെല്ലാം പറ്റും. അത് ഓർത്ത് എടുത്ത് ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞിട്ട് നിധി കോള് കട്ട് ചെയ്യാണ്. കാറ്റത്തെ കിളിക്കൂടിൻ്റെ അടുത്ത വിശേഷം അറിയാനായിട്ട് എന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.